ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കണമെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് എടുക്കേണ്ടത് ചെറുപയറാണ്. ഞാൻ അരക്കപ്പ് ചെറുപയർ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് 5 മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. ഇതിനി ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അടുത്തതായിട്ട് എടുക്കേണ്ടത് ചൗവരിയാണ് കേട്ടോ. ഞാൻ 1/4 കപ്പ് ചൗവരി 1/4 കപ്പ് തന്നെ വെള്ളം കൂടി ഒഴിച്ചിട്ട് 4 മണിക്കൂർ നേരം നല്ലപോലെ കുതിർത്തെടുത്തിട്ടുള്ളതാണിത്. ഇനിതാ നമ്മുടെ ഈ ഒരു ചെറുപയറിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളിപ്പോൾ കുതിർത്തി എടുത്തിട്ടുണ്ടായിരുന്ന ചൗവരിയില്ലേ, അതാണ്. ഞാൻ 2 സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ അളവ് കുറച്ച് കൂടിയാലും കുറഞ്ഞാലും ഒന്നും കുഴപ്പമില്ല. ബാക്കിയുള്ള നമ്മുടെ ചൗവരിയില്ലേ, അതിപ്പോൾ ചേർക്കണില്ല, അത് നമുക്ക് ലാസ്റ്റ് ചേർക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ചൗവരിയും ചെറുപയറും കൂടെ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണമുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാ കണ്ടോ, ഈ ഒരു പാകത്തിലാണ് നമ്മുടെ ഈ ഒരു മാവ് കിട്ടേണ്ടത്. ഇനി ഇത് 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഈ സമയം നമുക്ക് വേറൊരു മിക്സ് കൂടെ റെഡിയാക്കാനായിട്ടുണ്ട്. ഇതിനായിട്ടൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഓയിലൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരണ സമയത്ത് 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ജീരകം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ജീരകത്തിൻ്റെ ആ ഒരു ടേസ്റ്റൊന്നും എല്ലാവർക്കും ഇഷ്ടമുണ്ടാവില്ല. ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കിക്കോളൂ. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ഉലുവയാണ്. ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള 1 ടീസ്പൂൺ ഇഞ്ചിയാണ് കേട്ടോ. ഇഞ്ചിയും കൂടെ ചേർത്തിട്ട് 30 സെക്കൻഡ് നേരം നല്ലപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും മീഡിയം വലുപ്പമുള്ള ഒരു സവാള ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതും 2 ടേബിൾ സ്പൂൺ ക്യാരറ്റും 2 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ പച്ചക്കറിയൊക്കെ എടുക്കുന്ന സമയത്ത് ഇത് തന്നെ എടുക്കണമെന്നൊന്നുമില്ല. നമുക്കിഷ്ടമുള്ള എല്ലാ വെജിറ്റബിൾസും നമുക്കിതിലേക്ക് ചേർക്കാം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഈ പച്ചക്കറികളൊക്കെ നേരിട്ട് നമ്മുടെ ചെറുപയർ ചൗവരി മിക്സിലെ അതിലേക്ക് ചേർത്തിട്ടും നമ്മുടെ ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് പറ്റും. പക്ഷേ അങ്ങനെ ചെയ്യുന്നതിലും ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് ചേർക്കുമ്പോഴാണേ. 3-4 മിനിറ്റൊക്കെ ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതിയാകും. അത് കഴിഞ്ഞാൽ ഇതിലേക്ക് ചേർക്കുന്നത് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള മല്ലിയിലയാണ്. ഇനി ഒരു 30 സെക്കൻഡ് നേരം മാത്രം ഇത് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതാ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചൗവരിയുടെയും ചെറുപയറിൻ്റെയും മാവിലെ ഇതിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കിയിട്ടുള്ള പച്ചക്കറി മിക്സ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1/4 കപ്പ് ഗോതമ്പ് പൊടിയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കുറച്ച് പേർക്കൊക്കെ എന്തായാലും ഒരു സംശയം ഉണ്ടാവും, നമ്മൾ ഈ അരച്ചെടുത്ത ചെറുപയറിൻ്റെ പച്ചച്ചൊവ നമ്മുടെ ഈ ഒരു പലഹാരത്തിന് ഉണ്ടാവുമെന്ന്. ഒട്ടും തന്നെ ഉണ്ടാവില്ല കേട്ടോ. ധൈര്യമായിട്ട് തന്നെ ചെയ്തോളൂ. നമ്മൾ ഈ ചേർത്തിട്ടുള്ള ഇഞ്ചിയുടെയും ജീരകത്തിൻ്റെയൊക്കെ ഫ്ലേവറായിരിക്കും നമ്മുടെ ഈ ഒരു പലഹാരത്തിനും മുന്നിട്ട് നിൽക്കുക. ഇതുപോലൊന്ന് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചൗവരിയില്ലേ, അതാണ് കേട്ടോ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ചൗവരിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്നും കൂടെ മിക്സാക്കിയിട്ട് എടുക്കാം. ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇത്. കഴിക്കാനും നല്ല രുചി തന്നെയാണ്. പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്കിത് കഴിക്കാനായിട്ട് പറ്റും. നമ്മുടെ ചാനലിൽ കുറേ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിന് റെസിപ്പീസൊക്കെ ഉണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതാ കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ഈ ഒരു മാവ് ഇരിക്കുക. ഇനി നമുക്കിത് വേവിച്ചിട്ടെടുക്കാം. അതിനായിട്ട് ഒരു ദോശ തവയിലേക്ക് കുറച്ച് ഓയിൽ ഇങ്ങനെയൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി മാവ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. ഇത് നല്ലപോലെ ഇങ്ങനെയൊന്ന് പരത്തിയെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലായിട്ട് 1/4 ടീസ്പൂൺ ഓയിൽ കൂടെ ഇങ്ങനെയൊന്ന് ഒഴിച്ചു കൊടുക്കണമുണ്ട്. ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി ഇത് മൂടി വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കാം. നമുക്ക് ഈ ചെറുപയറൊക്കെ നല്ലപോലെ വെന്ത് കിട്ടാനായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ഒരു സൈഡായി കഴിഞ്ഞാൽ ഒന്ന് മറിച്ചിട്ട് കൂടെ കൊടുക്കാം. അതിനുശേഷം മൂടി വെച്ച് മറ്റേ സൈഡും നല്ലപോലെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. ഇത് കാണാനായിട്ട് ഭയങ്കര ലുക്കൊന്നും ഇല്ലാന്നേ ഉള്ളൂ. കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് തന്നെയാണ്. അതുപോലെ ഹെൽത്തിയുമാണല്ലോ. ഇപ്പോൾ ഇതിൻ്റെ മറ്റേ സൈഡും നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇത്രയും ആയാൽ മതി. എല്ലാം തന്നെ നമുക്ക് ഇതേപോലെ വേവിച്ചിട്ടെടുക്കാം. ചെറുപയറും ചവ്വരിയൊക്കെ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഉള്ളതല്ലേ. ഒരു കറി ഇല്ലെങ്കിൽ പോലും നമുക്കിത് കഴിക്കാനും പറ്റും കേട്ടോ. ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരു തവണയിലും ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കല്ലേ കേട്ടോ. താങ്ക്